നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തോന്നും പോലെ എന്തും ചെയ്യാമെന്ന് കരുതരുത്. കാരണം ഗൾഫ് രാഷ്ട്രങ്ങൾ നൽകുന്ന ശിക്ഷ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് അത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാർത്തയാണ്. ലീവ് എടുക്കാനായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയ പ്രവാസി യുവാവിന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ബഹ്റൈൻ. ഇയാൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ സമർപ്പിക്കാൻ വേണ്ടിയാണ് സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയത്. വ്യാജരേഖ ഉണ്ടാക്കിയ കേസിൽ ഇയാൾ മുമ്പും ശിക്ഷിക്കപ്പെട്ടിരുന്നു. 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം. അതിനുശേഷം നാട് കടത്തണമെന്നാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. പ്രവാസി യുവാവിന് 28 വയസ്സുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. കസ്റ്റഡിയിലിരുന്നപ്പോൾ കോടതി നടപടികളിൽ സഹകരിക്കാൻ ഇയാൾ തയ്യാറായില്ലെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ബഹ്റൈനിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കേസിൻ്റെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താൽപ്പര്യമില്ലെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. എന്നാൽ വിദേശി ആരാണെന്ന വിവരം ബഹ്റൈൻ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. 2019 മുതൽ 2020 വരെയുള്ള സമയത്താണ് യുവാവ് വ്യാജരേഖകൾ നിർമ്മിച്ച് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഹാജരാക്കിയത്. കേസ് കോടതിയിലെത്തിയപ്പോൾ പ്രതിക്കെതിരെ നിരവധി പേർ സാക്ഷി പറയാൻ വേണ്ടി കോടതിയിലെത്തിയിരുന്നു. കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഹ്യൂമൻ റിസോഴ്സസ് വിഭാഗത്തിലെ ജോലിക്കാരും യുവാവിനെതിരെ സാക്ഷി പറയാൻ വേണ്ടി കോടതിയിലെത്തിയിരുന്നു. ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ ഇദ്ദേഹം കമ്പനിയിൽ സമർപ്പിച്ച രേഖകളെല്ലാം പരിശോധിച്ചു. തുടർന്ന് സാക്ഷി പറയാൻ വേണ്ടി കോടതിയിലെത്തിയിരുന്നു. അതേസമയം കോവിഡ് മുക്തി നിരക്കിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ബഹ്റൈൻ. നിക്കേയി കോവിഡ് രോഗമുക്തി സൂചിക പുറത്തുവിട്ട കണക്കിലാണ് ബഹ്റൈൻ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. 78 പോയിന്റാണ് ബഹ്റൈന് കിട്ടിയിരിക്കുന്നത്. കോവിഡ് പിടിച്ചുകെട്ടാൻ രാജ്യത്ത് വലിയ ഒരുക്കങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. രോഗപ്രതിരോധത്തിന് രാജ്യം സ്വീകരിച്ച നടപടികളെല്ലാം വലിയ വിജയമായിരുന്നു.